നമ്മുടെ താറാവിനെ ഇട്ടിരുന്ന കുളം വറ്റിച്ച് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുളം ക്ലീൻ ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് മീനുകളെ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ കിട്ടിയ മീനുകളെല്ലാം ഇതുപോലെ ഒരു ക്യാനിനകത്താണ് ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ അത് കിടന്ന വെള്ളം കളയണ്ടെന്ന് വിചാരിച്ച് ഞാനത് കൊണ്ട് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നിലവിൽ പയറും പാവലും അതുപോലെ തന്നെ കുറച്ച് തക്കാളിയും വഴുതനയും മുളകും ഒക്കെയാണ് ഇപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ മീൻ കിടന്ന വെള്ളം നല്ലൊരു വളമാണ്. അപ്പോൾ അത് ചെടികൾക്ക് വളരെ നല്ലതായതുകൊണ്ട് കൊണ്ടുവന്ന് എല്ലാ ചെടികൾക്കും ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ മീനെ പിടിച്ചത് ഏകദേശം ഒരാഴ്ചയോളം സമയം എടുത്താണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റ് തിരക്കുകൾ കാരണം, ജോലിക്കാരുടെ തിരക്ക് കാരണമൊക്കെ നമ്മൾ 5-6 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടാണ് കുളം വറ്റിക്കുകയും അത് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്ത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-30ഓളം വരാലിനെ മാത്രമാണ് കിട്ടിയത്. ഇതിന് മുമ്പൊക്കെ വറ്റിച്ച് പിടിച്ചപ്പോൾ 25, 50, 55, 60 ഒക്കെ വരാലുകളെ കിട്ടിയ സ്ഥാനത്താണ് ഇന്ന് 30ലേക്ക് ചുരുങ്ങിപ്പോയത്. അപ്പോൾ ഇത് നമ്മൾ വളർത്തിയ വരാലൊന്നുമല്ല, താനെ കുളത്തിൽ വന്ന് കിടന്ന് വളർന്ന് വലുതായ വരാലാണ്. അല്ലാതെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് വളർത്തു വരാലല്ല, നാടൻ വരാലാണ്. അപ്പോൾ അതിന് ഇത്രയും ദിവസം ഈ ക്യാനിനകത്താണ് ഇട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ നമുക്കൊരു ആവശ്യക്കാർ വന്നു മീനെ വേണമെന്ന് പറഞ്ഞപ്പം അതിനെല്ലാം പറക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പം വരാലിനെ കൈകാര്യം ചെയ്തിട്ടുള്ളവർക്കറിയാം അതിനകത്തുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവന്മാരെ പിടിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ വഴുക്കലുള്ള സാധനമായതുകൊണ്ട് ഇവന്മാരെ നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോവുകയും തെന്നിപ്പോവുകയും ചെയ്യും. പിന്നെ ഒരു വിധത്തിലാണ് ഈ ചാടിപ്പോയതിനെല്ലാം പിടിച്ച് കൂട്ടിലാക്കി വെച്ചത്. അതും 30 വരാലുള്ളത് ഏകദേശം 30 എണ്ണത്തിൽ തന്നെ ഏകദേശം 10-15 എണ്ണത്തോളം വളരെ ചെറിയ വരാലാണ്. അതായത് ഇനിയും നല്ലതുപോലെ വളരാൻ പ്രായമുള്ള ഒരു ടീനേജ് പ്രായത്തിലെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വരാലാണ് ഒരു 10, 12, 15 എണ്ണം. ബാക്കി ഒരു 15 എണ്ണമാണ് നമുക്ക് ഏകദേശം ഒരു മെച്യൂർ ആയത്. ഇതിന് 2-3 എണ്ണം വളരെ വലുതാണ്. വളരെ വലിയൊരു 3 എണ്ണത്തെ നമ്മൾ ഇതിനു മുമ്പ് മറ്റൊരാൾ വന്നപ്പോൾ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ടീനേജ് പ്രായമുള്ള വരാലിനെയൊക്കെ തിരികെ കുളത്തിലിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. ഇതാണ് നമ്മുടെ കയ്യിലുള്ള മുഴുവൻ വരാൽ. അതിനകത്ത് തന്നെ 1-2 എണ്ണം നല്ല വലിപ്പമുള്ളത് കാണാം. പിന്നെ അതുകൊണ്ട് പുള്ളിയൊക്കെ ഉള്ളൊരു വെറൈറ്റി വരാലിനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം നാടൻ വരാലിൻ്റെ കൂട്ടത്തിലാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും വീണ്ടും എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഓൾറെഡി ഒന്ന് വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ നിങ്ങൾ ഒരു റൗണ്ട് കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് വീണ്ടും എടുത്ത് നമ്മുടെ ബേസിനകത്തോട്ട് ഇട്ടത്. സാധാരണഗതിയിൽ നമ്മൾ കുളം വറ്റിച്ച് കിട്ടുന്ന മീനുകളെ ഒന്നും വിൽക്കാറൊന്നുമില്ല. നമ്മൾ തന്നെ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ചീനിയും കപ്പയും മീൻ കറി വെച്ചും വറുത്തൊക്കെ കഴിക്കാറാണ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ നാട്ടിലുണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം ഗൾഫിലും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്ക് കാരണം ഇത്തവണ കൂട്ടുകാരും ഇല്ലായിരുന്നു. ഞാൻ ജോലിക്കാരെ വെച്ചുകൊണ്ടാണ് കുളം ക്ലീൻ ചെയ്യാനുള്ള പരിപാടികളെല്ലാം ചെയ്തത്. ഇത് ഈ വരുന്ന എൻ്റെ അമ്മൂമ്മയാണ്. സാധാരണ കിട്ടുന്ന മീനുകളെല്ലാം ഞാൻ കണ്ടിച്ച് അമ്മൂമ്മയോട് കൊടുക്കും. അമ്മൂമ്മ അത് കറി വെച്ച് തരികയാണ് ചെയ്യുന്നത്. നമുക്ക് ഇത്രയും മീനുകളാണ് ഇനിയിപ്പോൾ ഏറ്റവും മെച്ചമുള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് അത്യാവശ്യം വലിയ മീനുകളെല്ലാം ഞാൻ താണ്ടി കാണുന്ന സഞ്ചിക്കകത്തോട്ട് വാരി ഇടുന്നുണ്ട്. അപ്പോൾ ഈ സഞ്ചിക്കകത്ത് വാരിയിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ വാരിയിട്ട് വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചേക്കാം. ആൾ വരുമ്പം പെട്ടെന്ന് തന്നെ എടുത്ത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കിട്ടിയ മീനുകളെല്ലാം ഇങ്ങനെ സഞ്ചിയിലോട്ടാക്കി വെച്ചത്. കൂട്ടത്തിലുണ്ടായിരുന്ന വലിയ മീനുകളെയാണ് നമ്മൾ ഈ സഞ്ചിയിലോട്ടാക്കുന്നത്. ഈ സഞ്ചിയിലാക്കി ഞാനതുകൊണ്ട് തൂക്കി നോക്കിയിരുന്നു. ഏകദേശം 3 കിലോയും 200 ഗ്രാമുമാണ് മീനിൻ്റെ വലിപ്പം വന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ തിരികെ ഇടാൻ ഉദ്ദേശിക്കുന്ന മീനുകളാണ്. ഞാൻ പറഞ്ഞ ടീനേജ് പ്രായമുള്ള ഇനി വളരാൻ സാധ്യതയുള്ള മീനുകൾ. അവന്മാരെല്ലാം ഞാൻ തിരികെ ഈ ക്യാനി ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കുളത്തിലേക്ക് വെള്ളം കയറുമ്പോൾ തിരികെ കുളത്തിലേക്ക് തന്നെ ഇടാനാണ്. ബാക്കി വന്ന വലിയ മീനുകളെല്ലാം ഞാൻ ആ ചാക്കിനകത്താക്കി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ആൾ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നതാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ ആ മീനെല്ലാം കൊടുത്ത് കാശ് മേടിച്ചു.